നിങ്ങൾ തന്നെ ഒന്ന് ഓർത്തു നോക്കൂ. ഇതാ നമ്മുടെ തലയ്ക്കകത്ത് കിടക്കുന്ന മുറിവുകൾ എന്തൊക്കെയാണ്. മറ്റുള്ളവർ നമ്മളോട് പറഞ്ഞ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ എന്തൊക്കെയാണ്. ചിലരോട് തോന്നിയിരിക്കുന്ന അസൂയ, അതുപോലെ ചിലരുടെ ഉള്ളിൽ കിടക്കുന്ന അപകർഷതാബോധം, ഇതൊക്കെ പഠിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങളാണ്. ഇത്തരം അപകർഷതകൾ നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് 10 മിനിറ്റ് കൊണ്ട് പഠിക്കേണ്ട കാര്യം ഒരുപക്ഷെ 25 മിനിറ്റ് കഴിഞ്ഞിട്ടും നമ്മുടെ തലയ്ക്കകത്ത് പതിയുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിൽ ഒരു വ്യത്യാസം വരുത്തിയാൽ, ഇതാ ഒരു കഴുകൽ നമ്മുടെ ജീവിതത്തിൽ നടന്നാൽ നമ്മുടെ പഠനം വളരെ വളരെ എളുപ്പമുള്ളതായി തീരും. ഹല്ലേലൂയ. ഇപ്പം ചില ആളുകൾ ഇങ്ങനെ ചിന്തിക്കും, ഇനി തലയ്ക്കകത്ത് കിടക്കുന്ന വേദനിപ്പിക്കുന്ന ഓർമ്മകളൊക്കെ കഴുകാൻ വേണ്ടി ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അങ്ങനെ ഒരു 3-4 മിനിറ്റ് നേരം പഠിക്കാനുള്ള സമയം പോവുകയല്ലേ ചെയ്യുന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഈ പറഞ്ഞ രീതിയിൽ നമ്മളൊന്ന് കഴുകി പ്രാർത്ഥിച്ച് പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ പഠനത്തിൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കും. ഞാൻ എവിടെയോ വായിച്ചു കേട്ട ഒരു കഥയുണ്ട്. കഥ ഇങ്ങനെയാണ്. ഒരു മരം മുറിക്കുന്ന ഒരാള് കോടാലി കൊണ്ട് മരത്തിൽ ഇങ്ങനെ ആഞ്ഞു വെട്ടുകയാണ് ആ മരം മുറിക്കാനായിട്ട്. ഒത്തിരി പ്രാവശ്യം വെട്ടിയിട്ടും മരം മുറിഞ്ഞ് വീഴുന്നില്ല. അയാൾ വീണ്ടും വീണ്ടും ആഞ്ഞു വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഈ കോടാലിക്കൊക്കെ അരം വയ്ക്കുന്ന ഒരു കൊല്ലൻ ആ വഴിക്ക് വന്നു. അയാൾ നോക്കിയപ്പോൾ കണ്ടു, ഈ മരം വെട്ടുകാരൻ വെട്ടുന്ന കോടാലിയുടെ വക്കെല്ലാം ചളുങ്ങി ഇരിക്കുകയാണല്ലോ. ഇത് കണ്ട ആ കൊല്ലൻ ആ മരം വെട്ടുകാരനോട് പറഞ്ഞു, സഹോദര, നീ ആ മഴു കോടാലി ഒരു 5 മിനിറ്റ് നേരത്തേക്ക് എൻ്റെ കയ്യിൽ തരിക, എന്നിട്ട് നീ ഒന്ന് വിശ്രമിക്കുക. ആ സമയം കൊണ്ട് ഞാൻ ഈ കോടാലിക്ക് അരം വെച്ച് തരാം. വളരെ പെട്ടെന്ന് നിനക്ക് മരം വെട്ടി താഴെയിടാൻ കഴിയും. അപ്പോൾ ആ മരം വെട്ടുകാരൻ കൊല്ലനോട് പറഞ്ഞു, അങ്ങനെ 5 മിനിറ്റ് നേരം ഒന്ന് വിശ്രമിക്കാൻ എനിക്ക് നേരമില്ല. ഈ മരം ഇപ്പം തന്നെ വെട്ടി താഴെയിടേണ്ടതാണ് എന്ന് പറഞ്ഞ് അയാൾ ഈ കൊല്ലൻ്റെ അഭ്യർത്ഥനയെ നിരസിച്ചുകൊണ്ട് ആ ചളുങ്ങിയ വക്കുള്ള കോടാലി കൊണ്ട് വെട്ടോട് വെട്ടു തുടങ്ങി. കൊല്ലൻ മാറിയിരുന്നു. കൊല്ലനറിയാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അങ്ങനെ കൊല്ലൻ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഈ മരം വെട്ടുകാരൻ വെട്ടി 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 മടുത്ത് അയാൾ അവസാനം തളർന്ന് അയാൾക്ക് വെട്ടാൻ പറ്റാത്തവണ്ണം അയാളൊരു പരുവത്തിലായി. അയാൾ കുനിഞ്ഞവിടെ ഇരുന്നു. ഇരിക്കുന്ന സമയത്ത് കൊല്ലൻ എഴുന്നേറ്റ് ചെന്ന് ആ മഴുവെടുത്ത് പയ്യെ അരം വെച്ചു. 5-6 മിനിറ്റ് കൊണ്ട് അയാളുടെ ക്ഷീണമൊക്കെ പോയി. ആ മരംവെട്ടുകാരൻ വീണ്ടും കോടാലി എടുത്ത് 1-2 വെട്ടിക്കഴിഞ്ഞപ്പോഴേക്കും മരം താഴെ വീണു. അപ്പോഴാണ് ആ മരം വെട്ടുകാരന് തോന്നിയത്, ഈ പണി നേരത്തെ ചെയ്യാമായിരുന്നു എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഒന്ന് നമ്മുടെ തലച്ചോറിനെയെല്ലാം ഈശോയുടെ രക്തം കൊണ്ടൊന്ന് കഴുകി പ്രാർത്ഥിക്കുന്നതിൽ നിങ്ങളാരും ഒരു സമയനഷ്ടമായി അതിനെ കാണേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു MBBS സ്റ്റുഡൻറ്റ് എൻ്റെ അടുക്കൽ വന്നു പ്രാർത്ഥിക്കാനായിട്ട്. അവനും അവൻ്റെ അപ്പനും അമ്മയും കൂടിയാണ് പ്രാർത്ഥിക്കാനായിട്ട് വന്നത്. അപ്പോൾ ഇതിനു മുമ്പ് എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥന സ്വീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ സഹോദരൻ
എന്നോട് ഇതിനു മുമ്പ് എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ആ സഹോദരൻ എന്നോട് പറഞ്ഞു, ഞാൻ ഒത്തിരി സമയം ഇരുന്ന് വായിക്കുകയൊക്കെ ചെയ്യും, എങ്കിലും എൻ്റെ അധ്വാനത്തിനനുസരിച്ചുള്ള റിസൾട്ട് എനിക്ക് കിട്ടുന്നില്ല. എൻ്റെ ഉള്ളിൽ ഭയവും ആശങ്കകളുമെല്ലാം ഉണ്ട്. ഇതാണ് ആ സഹോദരൻ എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ച് ബൈബിളിൽ നിന്ന് ഈ വചനം എനിക്ക് കിട്ടി. 1 യോഹന്നാൻ 4:18 എനിക്ക് കിട്ടിയത്. പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു, ഭയപ്പെടുന്നവന് സ്നേഹത്തിൽ പൂർണ്ണനായിട്ടില്ല. തുടർന്ന് ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, ഭയം പല കാരണത്താൽ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നുണ്ടെങ്കിലും ഭയം ബഹിഷ്കരിക്കുവാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, സ്നേഹം കൊണ്ട് ഉള്ളു നിറയുക എന്നതാണ്. സ്നേഹം കൊണ്ട് ഉള്ളു നിറയുന്നില്ല എങ്കിൽ ഭയത്തിന് ഇരിക്കാനായിട്ട് നമ്മുടെ ഉള്ളിൽ ഇടമുണ്ടാകും എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ആ സഹോദരനോട് ചോദിച്ചു, എന്ത് പറയുന്നു, ഉള്ളില് സ്നേഹത്തിനെതിരായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കിടപ്പുണ്ടോ എന്ന്. വളരെ പെട്ടെന്ന് ആ സഹോദരൻ പറഞ്ഞു, ഇല്ലച്ചാ, എൻ്റെ ഉള്ളില് ഞാൻ ആരുമായിട്ട് അങ്ങനെ പിണങ്ങാറൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, നീ ഒന്നും കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കുക, സ്നേഹത്തിന് വിരുദ്ധമായിട്ടുള്ള ചിന്തകൾ അതൊന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ സഹോദരൻ പറഞ്ഞു, അത് എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു 3-4 പേരോട് എനിക്ക് ഉള്ളിൽ ഭയങ്കരമായ അസൂയയാണ് ഉള്ളത് എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെയധികം അസൂയ ആ വ്യക്തികളോടുണ്ട് എന്ന്. അവരുടെ വളർച്ചയെക്കുറിച്ചും ഉയർച്ചയെക്കുറിച്ചും ഉള്ളിൽ അസൂയയുണ്ട്. എന്നേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്നതിൽ എനിക്ക് വിഷമതയുണ്ട്, ആ സഹോദരൻ എന്നോട് പറഞ്ഞു. എന്നിട്ട് ആ സഹോദരൻ പറഞ്ഞു, ഇത് ഇച്ചിരി നല്ലതാണെന്ന് എനിക്ക് തോന്നി. കാരണം എൻ്റെ വേറൊരു സുഹൃത്ത് പറഞ്ഞു, ബന്ധത്തിൽപ്പെട്ട സുഹൃത്ത് പറഞ്ഞു, അങ്ങനെ നിനക്ക് അവരോട് അസൂയ തോന്നുമ്പോൾ അവരെക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങിക്കണമെന്ന ആവേശത്തോടെ നീ അങ്ങോട്ട് വായിക്കുകയും പഠിക്കുകയും ചെയ്യുക. അപ്പോൾ നിന്റെ അസൂയ കുറച്ചും കൂടെ അധ്വാനിക്കാനുള്ള ഒരു പ്രേരണയായി നിന്റെ ഉള്ളിൽ മാറും എന്ന് പറഞ്ഞു. ഇത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞ് പങ്കുവെച്ച കാര്യമാണ്. അപ്പം ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, നിനക്ക് അസൂയുള്ള വ്യക്തിയെ നീ കണ്ടിട്ട് നീ മുറിക്കാതിരുന്നുകൊണ്ട് അവരെക്കാൾ കൂടുതലായിട്ട് ഞാൻ പഠിക്കും എന്നൊക്കെ പറഞ്ഞ് നിനക്ക് പരിശ്രമിക്കാം. അതൊരു മാനുഷിക ശ്രമം മാത്രമാണ്. പക്ഷെ അതുകൊണ്ട് കാര്യമായ റിസൾട്ട് ഉണ്ടാകണമെന്നില്ല. ഹല്ലേലൂയ. അപ്പം ആ സഹോദരൻ ചോദിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, ഇതാ ഈശോ നിന്റെ ഉള്ളിലുണ്ട്, അതുകൊണ്ട് നീ സ്നേഹം കൊടുത്ത് പ്രാർത്ഥിച്ചാൽ നിന്റെ ഉള്ളിൽ സ്നേഹം നിറയാൻ തുടങ്ങും. അതുകൊണ്ട് നിനക്ക് ആരോടൊക്കെയാണോ അസൂയ തോന്നിയിട്ടുള്ളത് അവരെ നീ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അവരെ അനുഗ്രഹിക്കണമേ എന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നിന്റെ ഉള്ളിൽ വന്ന് നിറയും. ദൈവത്തിൻ്റെ സ്നേഹം നിന്റെ ഉള്ളിൽ വന്ന് നിറയുമ്പോൾ നിന്നിന്ന് ഭയം പുറത്തിയാടും. ഭയം പൂർണ്ണമായിട്ട് മാറിക്കഴിഞ്ഞാലോ അത് ഏറെ പഠിക്കുവാനുള്ള കഴിവുണ്ടാക്കി തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ സ്നേഹം കൊണ്ട് നിറഞ്ഞാൽ പഠിക്കുവാനുള്ള കഴിവ് വർദ്ധിക്കും. ഇതാണ് ഞാൻ ആ സഹോദരനോട് കൊടുത്ത മറുപടി. അതെ, ഇന്ന് ആ സഹോദരൻ എന്നെ കാണാൻ വന്നപ്പോൾ ആ സഹോദരൻ പറയുന്നത്, ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതോടുകൂടി
ഞാൻ വളരെയധികം മെച്ചപ്പെട്ടു എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെയധികം ഇതാ മെച്ചപ്പെട്ടു എന്ന്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെയും, നിങ്ങൾ ഒരു നിമിഷം നിങ്ങളുടെ ഉള്ളിലേക്കൊന്ന് നോക്കിക്കുകയും, നമുക്ക് ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കന്മാരോടോ കൂടെയുള്ള കൂട്ടുകാരികളോടോ കൂട്ടുകാരോടോ ഒക്കെ ഇതാ ദേഷ്യവും വെറുപ്പും പിണക്കവും അസ്വസ്ഥതയും ചിലരോട് അസൂയയും ഒക്കെ കാണും. ഇത് നമ്മളിൽ നിന്ന് ഒന്ന് കഴുകപ്പെടണം. ഇത് കഴുകണമെങ്കിൽ നിങ്ങൾ അവരെ സ്നേഹിച്ചുകൊണ്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ഒരു കൈ ഉയർത്തി പിടിച്ചോണ്ട്, കർത്താവായ ഈശോയേ, അങ്ങയുടെ അനന്തമായ സ്നേഹം കൊണ്ട് എനിക്ക് മനസ്സുകൊണ്ട് വിഷമതയുള്ള, എന്റെ മനസ്സിലുള്ള വിഷമതയുള്ള എല്ലാവർക്കും വേണ്ടി ഞാനിതാ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സ്നേഹം അവരിലേക്ക് ഒഴുക്കണമേ. അവരെ അനുഗ്രഹിക്കണമേ. അവരോട് കരുണയായിരിക്കണമേ. അവരെ അനുഗ്രഹിക്കണമേ. അവരോട് കരുണയായിരിക്കണമേ. ഈശോയേ, എന്റെ ഉള്ളിലേക്ക് വരണമേ. സ്നേഹമായി എന്റെ എല്ലാ സഹോദരങ്ങളിലേക്കും, മറ്റെല്ലാ സഹോദരങ്ങളിലേക്കും, എല്ലാ കൂട്ടുകാരിലേക്കും, എല്ലാ സഹപ്രവർത്തകരിലേക്കും ഒഴുകുവാൻ ഇടയാക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈതായിടുക. നമ്മുടെ ഉള്ളം സ്നേഹം കൊണ്ട് നിറഞ്ഞാൽ അത് നമ്മുടെ തലച്ചോറിലൊക്കെ ഉണ്ടാക്കുന്ന ബൂസ്റ്റിങ് വളരെ വലുതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരങ്ങളെയും, നമ്മുടെ തല മുഴുവനും കൂടുതൽ സജീവമായി തീരുവാൻ, വലിയ എനർജി നമുക്ക് ലഭിക്കുവാൻ വളരെയധികം സഹായിക്കും. നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ഈശോയോട്, നമ്മുടെ സഹപ്രവർത്തകരെയും നമ്മളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരെയും സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ വലിയ സൗഖ്യത്തിൻ്റെയും അത്ഭുതം വിതയ്ക്കുന്ന പ്രാർത്ഥനയാണത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക. നമുക്കൊരിക്കൽ കൂടി കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ മാതാക്കന്മാരെ, സ്വന്തം സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ അവരെല്ലാം ഈശോയുടെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ എന്ന് നിങ്ങൾ ഒരു 5 പ്രാവശ്യം എല്ലാവരും ചൊല്ലുക. ഈശോയെ, അങ്ങയുടെ സ്നേഹം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. ഈശോയെ, അങ്ങയുടെ സ്നേഹം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. എല്ലാവരും സ്വതന്ത്രമായി പ്രാർത്ഥിച്ചുകൊള്ളുക. ഈശോയെ, അങ്ങയുടെ സ്നേഹം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. ഈശോയെ, അങ്ങയുടെ സ്നേഹം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. ഈശോയെ, അങ്ങയുടെ സ്നേഹം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. പ്രിയപ്പെട്ടവരെയും, നമ്മുടെ കർത്താവായ ഈശോയുടെ വലിയ വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവിനാൽ നമ്മളെ നിറയ്ക്കുക എന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് അവിടുത്തെ അരൂപിയെ. ഈ പരിശുദ്ധാത്മാവാണ് നമുക്ക് ഉന്നതമായ ജ്ഞാനം നൽകുന്നത്. നമുക്ക് വേണ്ട ഒന്നാണ് ഈ ജ്ഞാനം. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്ന ജ്ഞാനത്തിലൂടെ നമ്മുടെ തലയിൽ നിന്ന് നമ്മളെ അപകർഷത്തിലേക്ക് നയിക്കുന്ന, അഹങ്കാരത്തിലേക്ക് നയിക്കുന്ന, വെറുപ്പിലേക്ക് നയിക്കുന്ന, നമ്മളെ തന്നെ വെറുത്ത് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന എല്ലാ ചിന്തകളിൽ നിന്നും നമുക്ക് വിടുതൽ കിട്ടും. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. ഒട്ടേറെ കുട്ടികളിലെ സർവ്വസാധാരണമായി കാണുന്ന ഒരു മുറിവാണ്
സുരക്ഷിതമില്ലായ്മയുടെ മുറിവ് അനുഭവപ്പെടുക എന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പല കാരണങ്ങൾ അതിന് കണ്ടേക്കാം. വീട്ടിൽ അപ്പനും അമ്മയും തമ്മിൽ ഭിന്നതയിലാണെങ്കിൽ, കുടുംബത്തിൽ അവർ വളരെ ദുഃഖത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ, എന്തോ ഒരു സുരക്ഷിതമില്ലായ്മ നമുക്ക് അനുഭവപ്പെടാൻ തുടങ്ങും. ഇനി അത് തന്നെ വേണമെന്നില്ല. നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിന്റെ കൂട്ടുകാരോ കൂട്ടുകാരികളോ നീയുമായി ഒന്ന് പിണങ്ങിക്കഴിഞ്ഞാൽ ആ നിമിഷം തൊട്ട് നിനക്കൊരു ഇൻസെക്യൂരിറ്റി തോന്നാൻ തുടങ്ങും, ഒരു സുരക്ഷിതമില്ലായ്മ. അതുപോലെ തന്നെ നിന്നെ പഠിപ്പിക്കുന്ന, നീ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന നിന്റെ അധ്യാപകര്, അവർക്ക് നിന്നോട് ഇഷ്ടമില്ല എന്നൊക്കെ തോന്നിയാൽ നിനക്ക് ഉള്ളിൽ ഒരു സുരക്ഷിതമില്ലായ്മ തോന്നാൻ തുടങ്ങും. നമ്മുടെ മാതാക്കന്മാരാകാം, ജ്യേഷ്ഠ സഹോദരങ്ങളാകാം, നമ്മുടെ സുഹൃത്തുക്കളാകാം, അധ്യാപകരാകാം. അവർക്ക് നിന്നോട് താല്പര്യമില്ല എന്നൊക്കെ തോന്നിയാൽ ഒരു സുരക്ഷിതമില്ലായ്മ നിന്റെ ഉള്ളിൽ തോന്നും. നമുക്ക് ഈ മേഖലയിലും ഒരു സൗഖ്യം ആവശ്യമാണ്. ആ സുരക്ഷിതമില്ലായ്മ വളരെ പെട്ടെന്ന് നമുക്ക് ക്ഷീണമുണ്ടാക്കും. സ്വസ്ഥതയിലിരുന്ന് വായിക്കുന്നതിന് നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് ആ ഏരിയ കൂടി ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏതെങ്കിലും വ്യക്തികളുമായുള്ള ബന്ധങ്ങൾ പൊട്ടിയാൽ നമ്മളിൽ ഈ സുരക്ഷിതമില്ലായ്മയുടെ അസ്വസ്ഥത ഉണ്ടാകാൻ തുടങ്ങിയായി. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബന്ധം നമുക്ക് ദൈവവുമായുള്ള ബന്ധമാണ്. ഈ ബന്ധത്തിൽ എന്തോ കുഴപ്പമുണ്ട് എന്ന് ആരുടെയെങ്കിലും ഉള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒന്നാണ് ഈ സുരക്ഷിതമില്ലായ്മ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരങ്ങളെയും ഇതാ ഈ മേഖലയിലേക്ക് ഈശോ കടന്നു വരാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും ഈശോ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. നമ്മുടെ വളർച്ചയും ഉയർച്ചയും യേശു ആഗ്രഹിക്കുന്നു. അവിടുത്തെ കരങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും തലയ്ക്ക് മുകളിലുണ്ട്. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു, യേശു സ്വർഗാരോഹണം ചെയ്യുന്ന ആ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ഈശോ അനുഗ്രഹിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോയി എന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോയി എന്ന് നമ്മൾ വായിക്കുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഒന്ന് ഭാവനയിൽ കാണാനായിട്ട് കഴിയും. അനുഗ്രഹിച്ചുകൊണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കാര്യങ്ങളെ ഇതാ നമ്മുടെ തലയ്ക്ക് മുകളിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈശോ സ്വർഗത്തിലേക്ക് പോയത്. വേറെ വാക്കിൽ പറഞ്ഞാല് എനിക്ക് തോന്നുന്നു ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ തലയുടെ മുകളിൽ വെച്ചിട്ടാണ് ഈശോ പോയിരിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങളൊന്ന് അങ്ങനെയൊന്ന് വിശ്വസിച്ചേ. ലൂക്ക 24 പ്രകാരം ഈശോ അനുഗ്രഹിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോയെങ്കിൽ ഈശോയുടെ അനുഗ്രഹത്തിന് രണ്ട് കരങ്ങളും നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഇരിക്കുന്നത് വിശ്വാസത്തോടെ നിങ്ങളൊന്ന് കാണുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. ഒരു കൈ ഉയർത്തിപ്പിടിക്കുക. എല്ലാവരും കണ്ണുകളടയ്ക്കുക. നിങ്ങൾ ഒരു നിമിഷം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തെറ്റുകളെയും കുറിച്ച് ഒന്ന് പശ്ചാത്തപിച്ച് അത് ഉപേക്ഷിക്കുക. നിങ്ങളിപ്പോൾ ഒന്ന് അനുദപിച്ചാൽ മാത്രം മതി. ഈശോ അതെല്ലാം കഴുകിക്കളയുന്നുണ്ട്. കാരുണ്യവാനായ കർത്താവേ, സ്നേഹമുള്ള ദിവ്യനാഥ, അവിടെ എനിക്ക് തന്നിരിക്കുന്ന ആത്മീയ അധികാരം ഉപയോഗിച്ചുകൊണ്ട് സഭയോട് ചേർന്ന് ഇതാ ഈ കൂട്ടായ്മയിലുള്ള എല്ലാ വ്യക്തികളുടെയും പാപത്തെ ഈ നിമിഷം കഴുകുന്നു. കർത്താവേ, അങ്ങയുടെ കുരിശുമരണത്തിൻ്റെ യോഗ്യത ഇവിടെ നിൽക്കുന്ന ഓരോ വ്യക്തിയിലേക്ക് ഇപ്പോൾ ഒഴുകണമേ. പൂർണ്ണമായ പാപവരം നൽകി ഇവരെ ഇപ്പോൾ അനുഗ്രഹിക്കണമേ. പാപമോചിക്കുന്ന കർത്താവ് തന്നിരിക്കുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളുടെ പാപങ്ങളെല്ലാം ഈ നിമിഷം കഴുകപ്പെടട്ടെ.
കൈകൂട്ടി പിടിക്കുക. ഈശോയെ, ഈശോയെ, എന്റെ പാപം കഴുകിയതിന് എന്റെ പാപം കഴുകിയതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, ഈശോയെ, എന്റെ പാപം കഴുകിയതിന് എന്റെ പാപം കഴുകിയതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നമ്മളിൽ സംഭവിക്കുന്നത് വിശ്വാസപൂർവ്വം കണ്ടുകൊണ്ടും സ്വീകരിച്ചുകൊണ്ടും വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. എങ്കിലേ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകുകയുള്ളൂ. ഒരു കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, സാത്താനെ, സാത്താനെ, നിനക്കിനി എന്നെ കുറ്റപ്പെടുത്തുവാനോ തളർത്തുവാനോ നടത്തുവാനോ സാധ്യമല്ല. നീ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന എല്ലാ തെറ്റുകളും ഇതാ ഈശോ കഴുകി കളഞ്ഞിരിക്കുന്നു. ഇനി നിനക്ക് കുറ്റപ്പെടുത്തുവാനോ എന്നിൽ തിന്മയൊന്നുമില്ല. നിനക്കിനി എന്നെ കുറ്റപ്പെടുത്തുവാൻ സാധ്യമല്ല. ഇതാ നോക്കൂ, എന്നിൽ തിന്മയൊന്നുമില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് കൈ താഴുക. നമ്മളിപ്പോൾ ചൊല്ലിയ പ്രാർത്ഥന എന്തെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഇനി നിങ്ങൾ നിങ്ങളെ വെറുത്ത് ചിന്തിക്കരുത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇനി ചിന്തിക്കരുത്. ഒട്ടേറെ കുട്ടികളിൽ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പൈശാചിക പീഡ എന്ന് ഞാൻ വിശേഷിപ്പിക്കട്ടെ, സ്വയം വെറുക്കുക, സ്വയം കുറ്റപ്പെടുത്തുക എന്നത്. ചിലരുടെ കഴിവ് കുറവ് തന്നെ നിരന്തരം ചിലർ തന്നെ കുറ്റപ്പെടുത്താൻ ഉപയോഗിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കഴിവുകേട് പോലെ നമുക്ക് അനുഭവപ്പെട്ടാൽ അത് എടുത്തുകൊണ്ട് തന്നെ കുറ്റപ്പെടുത്തി ചിന്തിക്കുവാൻ ഒരിക്കലും ഇടയാക്കരുത്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ എല്ലാ കഴിവുകേടിനെയും കുറിച്ചും ദൈവത്തിന് വിശുദ്ധമായ ഒരു ഉദ്ദേശമുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ എല്ലാ കുറവുകളെ കുറിച്ചും ദൈവത്തിന് വിശുദ്ധമായ ഒരു ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുറവുകൾ നമ്മളെ തന്നെ ശപിക്കാനോ നമ്മളെ തന്നെ വെറുക്കുവാനോ ആയി നീ ഉപയോഗിക്കരുത്. നമ്മുടെ എല്ലാ കുറവുകളും ഈശോ വന്നിരിക്കുന്ന സ്ഥലമാണ്. ഈശോ വന്ന് നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണിത്. നിന്റെ ബലഹീനതയിൽ എൻ്റെ ശക്തി വന്ന് നിറയുന്നു എന്ന് കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് ഓർമ്മിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പൗലോസ് ഇത് നമ്മളെ ഓർമ്മിപ്പിച്ചു തന്നിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ കുറവുകളുടെ പേരിൽ നീ നിന്നെ തന്നെ വെറുക്കുകയോ നിന്നെ തന്നെ ശപിക്കുകയോ ചെയ്യരുത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവരും 10ാം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് എഴുതാൻ പോകുന്നവരും അതിന് മുകളിലേക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ പോകുന്നവരുമായിട്ടുള്ള കുട്ടികളെല്ലാം എഴുന്നേറ്റ് നിൽക്കുക. ഹല്ലേലൂയ. കണ്ണടയ്ക്കുക. സേവള ഈശോയെ കൂട്ടായ്മയിലുള്ള ഓരോ കുട്ടികളെയും തിരുമുമ്പിൽ സമർപ്പിക്കുകയാണ്. അങ്ങ് സ്നേഹിക്കുന്ന ഈ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ആത്മാവിൻ്റെ അഭിഷേകം ഇവരെ പേര് അയക്കണമേ. അങ്ങയുടെ അനന്തമായ സ്നേഹം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. ഇനിയുള്ള ഓരോ ദിവസത്തെയും അവിടുന്ന് കയ്യിലെടുത്ത് വിശദീകരിച്ച് ആശീർവദിച്ച് ഇവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമയം ഒട്ടും തന്നെ നഷ്ടപ്പെടുത്തി കളയാതിരിക്കുവാൻ അവിടുന്ന് ഇവരെ അനുഗ്രഹിക്കണമേ. സ്നേഹമുള്ള ഈശോയെ, രാവും പകലും അങ്ങ് ഇവരെ പ്രോത്സാഹിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഇവരെ ഉള്ളിലിരുന്നു കൊണ്ട് ഇവരെ നിരന്തരം അവിടുന്ന് അനുഗ്രഹിച്ച് പ്രോത്സാഹിപ്പിക്കണമേ. അങ്ങയുടെ പ്രോത്സാഹനത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ദിവ്യ ശബ്ദം ഇവരുടെ ഉള്ളിൽ നിരന്തരമായി മുഴങ്ങിക്കേൾക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. വാഗ്ദാന പ്രകാരം അങ്ങയുടെ ആത്മാവിനെ ഇവരുടെ മേൽ അയക്കണമേ. ജ്ഞാനം നൽകണമേ, ഓർമ്മശക്തി കൊടുക്കണമേ, കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കുവാനുള്ള കൃപാവരം കൊടുക്കണമേ, കോൺസെൻട്രേഷൻ നൽകണമേ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. എല്ലാവരും ഇരിക്കുക. പ്രൈസ് ലോർഡ്. പ്രൈസ് ദി ലോർഡ്.
ഒരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ. നിങ്ങൾ ഒരു മിനിറ്റ് നേരം പൂർണ്ണമായ നിശബ്ദതയിൽ ഇരുന്നിട്ട് നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്കുക. എൻ്റെ സമയം എവിടെയാണ് പ്രയോജനമില്ലാതെ നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് ഒന്ന് ഓർത്ത് കണ്ടുപിടിക്കുക. നമ്മുടെ സമയം പ്രയോജനമില്ലാതെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നത് ഏത് കാര്യത്തിലൊക്കെയാണ് എന്ന് നിങ്ങൾ ഒരു മിനിറ്റ് നേരം ഒന്ന് ഓർത്ത് കണ്ടുപിടിക്കുക. നിങ്ങളെ തന്നെ പരിശോധിക്കുക. ആരുമായിട്ടെങ്കിലും സംസാരിച്ചിരുന്നാണോ ഞാൻ സമയം കളയാറുള്ളത്? വില കുറഞ്ഞ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെടാത്ത ഏതെങ്കിലും മാസികകളോ ഒക്കെ വായിച്ചാണോ നിങ്ങൾ സമയം കളയുന്നത്? അങ്ങനെ ഞാൻ സമയം കളയാറുണ്ടോ? അതുപോലെ തന്നെ ടി വിയിലൂടെ ഉള്ള ചില സിനിമകളോ മറ്റു ചിലതൊക്കെ നോക്കി കണ്ടിരുന്ന് അങ്ങനെ അതിലേക്ക് നോക്കി അതിൻ്റെ മുമ്പിൽ പതിവായി സമയം കളയുന്ന ഒരു ശീലം ഈ നാൾ വരെയും നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും കളിയിലോ കാര്യങ്ങളിലോ ഒക്കെ ആയി ചെന്നപ്പെട്ട് ഇനിയുള്ള സമയങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. നമ്മുടെ മുഴുവൻ ശ്രദ്ധയും പഠനത്തിലേക്ക് നമ്മൾ തിരിച്ചു വരേണ്ടതാണ്. നമ്മുടെ സമയം നഷ്ടപ്പെടുത്തി കളയുന്ന ഈ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ദൈവം നിങ്ങളുടെ ഉള്ളിൽ തരുന്ന പ്രേരണയനുസരിച്ച് നിങ്ങൾ ഈശോയുടെ മുമ്പിൽ ഒരു വാഗ്ദാനം ചെയ്യുക. കർത്താവേ, പരീക്ഷ കഴിയുന്നവരെയും എൻ്റെ സമയത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന ഈ കാര്യത്തെ ഞാൻ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ ഒരു തീരുമാനമെടുത്ത് ഉറപ്പിച്ച് ഈശോയോട് പറയുക. അങ്ങനെ പറയുന്നവർക്ക് പ്രത്യേകമായ ഒരു അഭിഷേകം ഈശോ വ്യക്തിപരമായി നൽകുന്നതായിരിക്കും. നിങ്ങളങ്ങനെ തീരുമാനമെടുക്കുന്നത് ഈശോയ്ക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അങ്ങനെ തീരുമാനമെടുക്കുമ്പോൾ ഈശോയുടെ പ്രത്യേകമായ ഒരു അഭിഷേകം നിങ്ങൾക്ക് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. കണ്ണടയ്ക്കുക. കരുണവാനായ കർത്താവേ, ഈ കൂട്ടായ്മയിലുള്ള ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ അധ്വാനത്തിന് അവിടുന്ന് പ്രതിഫലം കൊടുക്കണമേ. ഇവരുടെ എല്ലാ ആശങ്കകളെയും അവിടുന്ന് മാറ്റിക്കളയണമേ. സ്നേഹമുള്ള ഈശോയെയും ഇവിടെ വന്ന് ഇവിടുത്തെ ഈ പ്രാർത്ഥനയിലെല്ലാം പങ്കെടുക്കുന്ന ഈ ദിവസങ്ങൾ ഇവർക്ക് ഏറ്റവും കൂടുതൽ അനുഗ്രഹത്തിന് ദിവസങ്ങളായി അത് മാറട്ടെ. ഇവിടുന്ന് ഇവർ മടങ്ങിപ്പോകുമ്പോൾ കൂടുതൽ ഉണർവോടുകൂടി പോകുവാൻ ഈ കൂട്ടായ്മയിലെ എല്ലാ വ്യക്തികളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇവിടെ വരാൻ സാധിക്കാതെ പോയ ഞങ്ങളുടെ എല്ലാ സഹപ്രവർത്തകരെയും യേശുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക.